എറണാകുളം ജില്ലയിൽ വെറും 69 ലക്ഷം രൂപയ്ക്ക് 4 ബെഡ്റൂമിന്റെ ഒരു വീട് നിങ്ങൾക്ക് മാർബിൾ ഹോംസ് തരാൻ പോവുകയാണ്. അതും കാക്കനാടിന് വളരെ അടുത്ത്, എല്ലായിടത്തും ഈസി ആക്സസ് ആയിട്ടുള്ള ലൊക്കേഷനിൽ. ഈ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിന്റെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര എല്ലാവർക്കും ഫെമിലിയർ ആണ്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് വെറും 1.9 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്കുള്ളവർക്കാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇൻഫോ പാർക്കിന് ഏറ്റവും അടുത്താണ്. വെറും 5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് കാക്കനാട് കളക്ടറേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 8 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 14, കളമശ്ശേരിയിലേക്ക് 12, ആലുവയിലേക്ക് 15 കിലോമീറ്റർ. സെയിം ദൂരം തന്നെയാണ്. തൃപ്പൂണിത്തുറയ്ക്ക് പോകാനും എളുപ്പമാണ്, 15 കിലോമീറ്റർ. എയർപോർട്ട് ആണെങ്കിലും ഈസിയാണ്, 23 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ സൈഡിലൊക്കെ വീടുകളാണ്. നമ്മൾ ആ റോഡ്, മെയിൻ റോഡ് കടന്ന് ഈ ഒരു വില്ലയുടെ ഭാഗത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ എല്ലാം വീടുകളാണ്. എല്ലാത്തിലും ആളുകൾ താമസമുള്ളതാണ്. ടാർ റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിളായ ഡിസൈനിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ പെയിന്റ് ആണ് വരുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ പവർ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഗ്രേ കളർ പെയിന്റ് ആണ്. അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മുകളിൽ ബാൽക്കണിയുടെ പോർഷനിലൊക്കെ ആണെങ്കിൽ 2 ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഷോലാമ്പ് വെക്കാനുള്ള ആ ഒരു വർക്ക് മാത്രമാണ് ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ ഗേറ്റിന്റെ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാം. അതേ ഡിസൈൻ തന്നെയാണ് മറ്റേ സൈഡിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നേരെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിനകത്തേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുന്നത് നമ്മളുടെ ആ ഒരു കാർ പോർച്ചിലേക്കാണ്. പില്ലറിനൊക്കെ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, അതും വിത്തുള്ള കാറാണെങ്കിൽ നല്ല ഇതിൽ വൈഡ് സ്പേസ് ആണ്. പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വെക്കാം. അത് കൂടാതെ ചെടിച്ചട്ടികളൊക്കെ നടാനായിട്ട് നോക്കുവാണെങ്കിലും നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് വീടിന്റെ ഒരു റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ട് വലിയൊരു കിണർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടി കയറ്റാനുള്ള സൗകര്യത്തിന് അത് ഹാഫ് ആക്കിയിരിക്കുന്നതാണ്, മുകൾ ഭാഗം മാത്രം. കിണർ നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്ക് സൈഡിലേക്കുള്ള വഴി നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഫ്ലോറുകളെല്ലാം തന്നെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഡ്രിങ്കിങ് വാട്ടറിന് കിണർ മാത്രമല്ല KWയുടെ കണക്ഷൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 സോഴ്സ് ഓഫ് വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 2 വീലേഴ്സ് ഒക്കെ വെക്കാം. നമുക്ക് ഫ്രണ്ടിലൊക്കെ നല്ല സ്പേസ്, സിറ്റൗട്ടിലേക്കൊക്കെ കയറാനായിട്ട് നല്ല ഫ്രീ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെയും ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വഴിയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെയും നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. KW വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിൽ നമുക്കൊരു 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാം. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. പില്ലറുകളൊക്കെ നല്ല അട്രാക്ഷൻ തന്നെയാണ്. വളരെ വൈഡ് ആയിട്ടുള്ള പില്ലറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പവർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിക്കാൻ പറ്റാത്തത്. മെയിൻ ഡോർ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഒറ്റപ്പാളിയിൽ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലൂ ഡിസൈൻ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. നേരെ മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 11 അടി നീളവും 7.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ മിഡിലായിട്ട് സ്റ്റെയർ കേസുകൾ വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനുള്ള സ്പേസ് വരുന്നത്. 7.5 അടിയും 7 അടി വീതിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലും LEDിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ആയിട്ട് വലിയൊരു കൗണ്ടർ ടോപ്പ് പോർഷൻ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. എൻട്രൻസിൽ വളരെ വൈഡ് ആയിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എൻട്രൻസ് നോക്കുവാണെങ്കിലും വൈഡ് ആയിട്ട് വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുമ്പോൾ ടൈലുകൾക്ക് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഗ്രേ കളറിൽ ഗ്രിപ്പോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ്. മുകളിൽ ഈ ഒരു ലെയറിലും കൊടുത്തിട്ടുണ്ട്. താഴെയും കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകളാണ് വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഗ്രാനൈറ്റിലാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ്, ഡിസൈനുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് രണ്ടാമതൊരു സ്പേസ് കൂടി കിച്ചണ് കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജിന് ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കാം. ഇവിടെയും നമുക്ക് ഒരു പോർഷൻ വരുന്നുണ്ട്. ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും താഴെയൊക്കെ വേണമെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കബോർഡായിട്ട് യൂസ് ചെയ്യാം. മുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസ് ആണ്. നല്ലൊരു സ്പേസ് ഉണ്ട്. കവർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ഏരിയയുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ, ടോട്ടൽ നോക്കുവാണെങ്കിൽ 4 ബെഡ്റൂമിന്റെ വീടാണ് 69 ലക്ഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് 12-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ഡിസൈനും വൈറ്റ് കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്ക് വരുന്നത്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഒരു വുഡൻ ഡിസൈനിലുള്ള വാർഡ്രോബ് അവിടെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി, ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും ഒക്കെ ഉണ്ട്. സിമ്പിൾ ആയ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല വൈഡ് സ്പേസ് കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. വന്ന വഴിയിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതുകൂടാതെ നമുക്ക് ഇവിടെ 5ാമതൊരു റൂം കൂടി കിട്ടുന്നുണ്ട്. സാധാരണ ഒരു റൂം പോലെ കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികളുടെ റീഡിംഗ് റൂം ആയിട്ടോ നിങ്ങൾക്ക് അതിന് ആവശ്യമില്ലെങ്കിൽ യൂട്ടിലിറ്റി ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ കവർ ചെയ്ത് സേഫ് ആയ ഒരു റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫൊക്കെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ്. അതുകൂടാതെ നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ നമുക്ക് ഇവിടെയാണ് പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണ്ട എങ്കിൽ അകത്തുള്ള റൂം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ മുകളിൽ 2 ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട്. ടോട്ടലി 3ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 12-11 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 12-10 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കാണാനുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റെപ്പ് കയറി വന്നത്. ഇതേപോലെ ഒരു പാസേജ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. TV ഒക്കെ വയ്ക്കാനായിട്ടും നല്ല രീതിയിൽ സോഫ സെറ്റീസ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് വെച്ചിട്ടാണ് 2 സൈഡിലും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി നോക്കിക്കോളൂ. ആവശ്യത്തിനുള്ള വർക്കുകൾ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. അതിനിടയിൽ ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കോമൺ വരുന്ന മെയിൻ സ്പേസിലാണെങ്കിൽ നമുക്കൊരു ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡോർ ഉണ്ട്. ഇത് തുറന്നാൽ നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ബാൽക്കണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കിടക്കുകയാണ്.
അതും റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഈ ഒരു ഏരിയയെക്കാളും വലുതാണ് ആ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്ന വലിയൊരു ബാൽക്കണിയാണ്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. മാർബിൾ ഹോംസ് എന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു 4 ബെഡ്റൂമിന്റെ വീട് നിങ്ങൾ കണ്ടു. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും 1.9 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് 5 കിലോമീറ്റർ മാത്രമാണ്, 5.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിന് ഇത്രയടുത്ത് നിങ്ങൾക്ക് വീടുകൾ കിട്ടാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അത് 4 ബെഡ്റൂമുകൾ ഈ ഒരു റേറ്റിൽ. അതുകൂടാതെ ഇടപ്പള്ളി, കളമശ്ശേരി, ആലുവ, തൃപ്പൂണിത്തുറ എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വില്ല പ്രൊജക്ടിനകത്താണ് വീട് വരുന്നത്. നമുക്കിവിടെ കിണർ വെള്ളമുണ്ട്, കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4 സെന്റ് ആണ്. സ്ക്വയർ ഫീറ്റ് 2000 ആണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ റീഡിംഗ് റൂം ആയിട്ട് നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK പ്ലസ് അഡീഷണൽ 1 റൂമും കൂടെ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് 69 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 69 lakhs എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങളിത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി ഞങ്ങൾ തന്നെ എളുപ്പത്തിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പ്രൈസ് കുറവാണ്, 69 ലക്ഷമാണ്. മാത്രമല്ല 4 ബെഡ്റൂമുകളാണ് ഈ ഒരു പ്രൈസിൽ കാക്കനാടിന് അടുത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കളയരുത്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട് കാണാനുള്ള അപ്പോയിന്റ്മെന്റുകൾ വിളിച്ച് ഫിക്സ് ചെയ്യാം. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.